ഗുഡ് മോദിക്ക മോർണിംഗ്. യൂത്ത് ഐക്കൺ ഓഫ് മോദിക്ക എന്ന ഈ ഒരു പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ ഒരു പ്രോഗ്രാം യൂത്ത് എന്ന് പറയുന്ന വിഭാഗത്തിന് മോദി കെയറിന്റെ ഒരു ലോകം കാട്ടിക്കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ്. യുവാക്കൾക്ക് വേണ്ടി നമ്മുടെ മുൻ പ്രസിഡന്റ് ആയിരിക്കുന്ന സാക്ഷാൽ അബ്ദുൽ കലാം സാർ പോലും പറഞ്ഞിട്ടുണ്ട്, ഈ 21ാം നൂറ്റാണ്ടിലെ ഏറ്റവും വേഗതയേറിയ ഒരു ബിസിനസ്സാണ് ഈ നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്ന ഇൻഡസ്ട്രി. അതുകൊണ്ട് ലോകത്തുള്ള എല്ലാ യുവാക്കളോടും യുവതികളോടും എത്രയും പെട്ടെന്ന് ഈ ബിസിനസിന്റെ ഭാഗമാകാൻ ആ വ്യക്തി പറഞ്ഞിട്ടുണ്ട്. അതിന് ഒരേ ഒരു കാരണമാണ്, നമുക്കറിയാം, ഒരു യുവാവിനോടോ യുവതിയോടോ ബിസിനസിന്റെ ഭാഗമാകാൻ പറയണമെങ്കിൽ അത് ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാത്തൊരു ബിസിനസ്സിന് മാത്രമേ അങ്ങനെ അവർക്ക് സ്വാഗതം ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഇതിൽ നമുക്ക് മനസ്സിലാക്കാം, ഒരു ഇൻവെസ്റ്റ്മെന്റും ഇല്ലാതെ പഠിക്കുന്നതിന്റെ ഒപ്പമോ അല്ലെങ്കിൽ ജോലി ചെയ്യുന്നതിന്റെ ഒപ്പമോ 18 വയസ്സിന് ശേഷമുള്ള എല്ലാ യങ്സ്റ്റേഴ്സിനും അവരെ പാർട്ട് ടൈം ആയിട്ട് അവരെ കരിയർ ബിൽഡ് ചെയ്യാൻ സഹായിക്കുന്ന വലിയൊരു ബിസിനസ് ആണ് നെറ്റ്വർക്കിംഗ് ഇൻഡസ്ട്രി. അതിലെ കിങ് ഓഫ് കമ്പനി ആണ് മോദി കെയർ എന്ന് പറയുന്നത്. സോ അങ്ങനെയുള്ള മോദി കെയറിന്റെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഒരു ചെറുപ്പക്കാരൻ പഠിച്ചുകൊണ്ടിരിക്കുക മോദി കെയറിന്റെ ഭാഗമായി ഇന്ന് ഒരു വിദ്യാർത്ഥി നേടുന്ന എല്ലാ കാര്യങ്ങളും നേടിക്കൊണ്ടിരിക്കുന്ന, ജീവിതം ആസ്വദിക്കുന്ന ഒരു വ്യക്തിയാണ്. നമുക്ക് ആരാണെന്ന് ആ വ്യക്തിയെ അറിയാം. സോ ഫാസിലിന് സ്വാഗതം ഈ ഒരു പ്രോഗ്രാമിലേക്ക്. മോദി കെയർ ബിസിനസ്സിലെ ഒരു പുതിയ നേതൃത്വ നിരയിലേക്ക് യൂത്ത് ഐക്കൺ എന്ന് പറയുന്ന ലെവലിലേക്ക് കൊണ്ടുവന്ന ജിനി സാറിനെ കിട്ടിയ ആദ്യത്തെ നമസ്കാരം. താങ്ക് യു സമീർ മുൽ സാർ. താങ്ക് യു ടോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കേരള ഇന്ത്യ ടീം. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഫാസിൽ. സ്ഥലം മലപ്പുറം ജില്ലയിലെ തിരൂർ എന്ന് പറയുന്ന സ്വദേശത്താണ്. മോദി കെയർ ബിസിനസ്സിൽ അസോസിയേറ്റ് ചെയ്തിട്ട് ഏകദേശം 3 വർഷം ചെയ്യാൻ പോകുന്നു. ഫാസിലിന്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ്, കുടുംബ പശ്ചാത്തലം ഒന്ന് പറയും? ഓക്കെ, ഞാന് ഉപ്പ ഉമ്മ ഏകദേശം ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിൽ റയർ കേസ് പോലെ ഉണ്ടാകുന്ന പല ജീവിത രീതിയാണ് ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഉപ്പയുണ്ട്, ഉമ്മയുണ്ട്, ഇപ്പോ ഒരു ലേറ്റസ്റ്റ് ആയിട്ട് ഒരു കുഞ്ഞു അനിയൻ. മലപ്പുറം ജില്ലയിൽ തന്നെയാണ് താമസവും കാര്യങ്ങളും വീടും ഒക്കെ. ഉമ്മാന്റെ പേര് സാഫിറ എന്നാണ്. ഉമ്മ ഒരു എംബ്രോയിഡറി ടീച്ചറാണ്. ഉപ്പാന്റെയും ഉമ്മാന്റെയും ചെറുപ്പകാലത്തെ അല്ലെങ്കിൽ എന്റെ ചെറുപ്പകാലത്തെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കാരണം ഉപ്പാന്റെ വീട്ടിൽ നിന്നും ഉമ്മാന്റെ വീട്ടിലേക്ക് ഇന്ന് വരെ താമസിക്കുന്ന കുറച്ച് കൊല്ലങ്ങളായിട്ട് ഇപ്പൊ ഉമ്മാന്റെ വീട്ടിലാണ് താമസം. ഇപ്പൊ വേറൊരു വീടെടുത്ത് താമസിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാണ് കുടുംബ പശ്ചാത്തലം. ഫാസിലിന്റെ വിദ്യാഭ്യാസം എന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഞാനിപ്പോ ബികോം CA ഫൈനൽ ഇയർ കഴിഞ്ഞ കൊറോണ ടൈമിലാണ് കഴിഞ്ഞിട്ടുള്ളത്. കൂടാതെ ഡിഗ്രി പഠനത്തിന്റെ മുന്നേ തന്നെ ഞാനൊരു +2 പഠിക്കുന്ന സമയത്ത് സെൻട്രൽ ഗവൺമെന്റിന്റെ ജനറൽ ഡ്യൂട്ടി അസിസ്റ്റന്റ്, ഒരു നേഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന ഒരു പൊസിഷൻ ഞാൻ പഠിച്ചിരുന്നു. അപ്പോൾ ഒരു ഗവൺമെന്റ് തലത്തിൽ തന്നെ നമുക്കൊരു ജോലി ചെയ്തിരുന്നു നേഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റില്. അപ്പോൾ ആ ഒരു ജോലിയിൽ നിന്നും പോരാ, അല്ലെങ്കിൽ ഒരു ബികോം മേഖലയിലേക്ക് കടക്കണം എന്നുള്ള ഒരു താല്പര്യപ്രകാരം ബികോം എടുത്ത് അതിലൊരു കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഒരു CA സബ്ജക്ട് എടുത്ത് ഇതുവരെ പഠിച്ച് ഡിഗ്രി സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ആയി. ഇപ്പോ പ്രൊഫഷനായി മോദി കെയർ ചെയ്തുകൊണ്ടിരിക്കുന്നു ആഫ്റ്റർ ഡിഗ്രി. ഇനി ഒരു MBA ലെവലിലേക്ക് കടന്നു ചെല്ലണം എന്നുള്ളൊരു ആഗ്രഹം കൂടിയുണ്ട്. ഈ ഒരു പാൻഡമിക് കൊറോണ സിറ്റുവേഷൻ കഴിഞ്ഞാൽ ജോയിൻ ചെയ്യുന്നതായിരിക്കും. പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് ഈ മോദി കെയറിന്റെ ആശയം കേൾക്കാൻ ഇടയായത്. ആ ഒരു സാഹചര്യം ഒന്ന് വെളിവാക്കുക. തീർച്ചയായും ജിനീസ, പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മോദി കെയർ എന്ന് പറയുന്ന അവസരത്തെ ഞാൻ കുറിച്ച് പരിചയപ്പെടുന്നത്. ഒരു 18ാം വയസ്സ് തികഞ്ഞ് ഒരു 2 മാസം കഴിയുന്നതിന് ശേഷമാണ്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയെ കുറിച്ച് ഓൾറെഡി അറിയാം. ഞാൻ ബികോം എന്ന് പറയുന്ന സബ്ജക്ട് പഠിക്കുന്നത് കൊണ്ട് തന്നെ ബികോമിലെ സെക്കൻഡ് സെമ്മിൽ ബിസിനസ് ആൻഡ് എത്തിക്സ് എന്ന് പറയുന്ന സിലബസിൽ ഒരു ചെറിയൊരു പോർഷൻ ആയിട്ട് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്, ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന മേഖലയെ കുറിച്ച് അറിയാവുന്നത് കൊണ്ടും അല്ലെങ്കിൽ പഠിച്ചത് കൊണ്ടും നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് മേഖലയെ കുറിച്ച് അറിയാം. അപ്പോൾ ആ ഒരു ടൈമിൽ ഡിഗ്രി ഫസ്റ്റ് ഇയറിൽ ഇരിക്കുന്ന സമയത്താണ് എൻ്റെ വീട്ടിലേക്ക് ഒരു അപ്രതീക്ഷിതമായി
സുരേന്ദ്രൻ എന്ന് പറയുന്ന ഒരു വ്യക്തി, സുരേന്ദ്രൻ ആൻഡ് അപ്ലൈനാണ് അദ്ദേഹവും എൻ്റെ ഒരു ഫ്രണ്ട്, ഒപ്പം കോളേജിൽ പഠിക്കുന്ന ഒരു സുഹൃത്തും കൂടി വീട്ടിലേക്ക് വരുന്നത്. അപ്പൊ ആ ഒരു സമയത്ത് ഏകദേശം അവര് വരുന്നതിനേക്കാൾ പിറ്റേ ദിവസം മുന്നേ തന്നെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് മേഖലയെ ഒരുപാട് ബൈനറി കമ്പനികൾ എന്നെ സമീപിച്ചിരുന്നു. അപ്പോ ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഒരുപാട് കമ്പനികളുടെ വരവ് കൊണ്ട് തന്നെ ആകെ കൺഫ്യൂസ്ഡ് ആയിരുന്നു. അതിൽ നിന്ന് നല്ലൊരു കമ്പനി സെലക്ട് ചെയ്ത് മോദിക്കർ ബിസിനസ്സിൽ ഇപ്പോൾ സജീവമായി മുന്നോട്ട് പോകുന്നു. അതാണ് ഒരു ബാക്ക്ഗ്രൗണ്ട് പശ്ചാത്തലം എന്ന് പറയുന്നത്. പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ സംബന്ധിച്ചിടത്തോളം പഠനവും മോദിക്കറും രണ്ട് രീതിയിലായിരുന്നു പോയിരുന്നത്. കാരണം വളരെ പാർട്ട് ടൈം ആയിട്ടായിരുന്നു മോദിക്കർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിരുന്നത് തുടക്കകാലത്തിൽ. ഫാസിൽ പറഞ്ഞൊരു കാര്യത്തിൽ ഒരു ചോദ്യമുണ്ട്. ഒരുപാട് യങ്സ്റ്റേഴ്സ് അവർ ചിന്തിക്കുന്ന ഒരു തെറ്റായ ധാരണ ആണ് ശരിക്കും. അവരൊക്കെ ബൈനറി എന്ന് പറയുന്ന കൺസെപ്റ്റിലേക്കാണ് ഇവരുടെ ഒക്കെ ചിന്ത ആദ്യത്തിലേക്ക് പോകുന്നത്. സോ ഫാസിൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഒരുപാട് ബൈനറി കൺസെപ്റ്റ് വന്ന് മീറ്റ് ചെയ്ത സാഹചര്യത്തിൽ നിന്ന് എന്തുകൊണ്ടായിരിക്കും സൺഫ്ലവർ സിസ്റ്റം ഉള്ള ഒരു മോദിക്കർ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം? ആക്ച്വലി നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയിൽ രണ്ടു തരം സിസ്റ്റം ഉണ്ട് എന്നുള്ളത് ഞാൻ മോദിക്കർ വരുന്നതിനേക്കാൾ മുന്നേ അറിയാമായിരുന്നു. കാരണം ഒരുപാട് ബൈനറി കമ്പനികൾ എന്നിലേക്ക് കടന്നു വരുന്ന സമയത്ത് ബൈനറിയിലെ ഒരു സീലിംഗ് ലിമിറ്റും അല്ലെങ്കിൽ അവിടെ ഒരു പാക്കേജിംഗ് പ്രൊഡക്ട്സുകളുടെ പ്രസരമായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ അവിടെ ഒരു സേഫ് സെക്യൂർഡ് അല്ല എന്ന് ഞാൻ ഒരുപാട് യൂട്യൂബിലും നെറ്റ്വർക്ക് മേഖലയിലും പുസ്തകങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കിയിരുന്നു ഒരു ബൈനറി സിസ്റ്റത്തെ കുറിച്ച്. പിന്നീടാണ് സൺഫ്ലവർ സിസ്റ്റത്തിന്റെ ഒരു ആശയവുമായി എന്റെ അപ്ലൈൻ എന്നിലേക്ക് കടന്നു വരുന്നത്. പിന്നീട് ഒരു പ്രോഗ്രാമിന്റെ ഒരു അടിസ്ഥാനത്തിൽ ഏകദേശം 2018 മാർച്ച് 4-നാണ് മോദിക്കർ ബിസിനസിന്റെ അവസരം ഞാൻ കേൾക്കാൻ ഇടയായിട്ടുള്ളത്. പിറ്റേ ദിവസം 5-ാം തീയതി തിങ്കളാഴ്ച രാവിലെ കോഴിക്കോട് ഒരു BOM ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു പ്രോഗ്രാമിൽ നിന്നും ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് സൺഫ്ലവർ സിസ്റ്റത്തെ കുറിച്ച് പഠിച്ചു. പിന്നീടുള്ള ഒരു റിസർച്ചിങ് ചെയ്തത് കൊണ്ട് തന്നെ ഒരു പ്രോഡക്റ്റ് ഓറിയന്റഡ് ആണെന്നും ഒരു പ്രോഡക്റ്റ് ഒരു ലൈഫുള്ള ഒരു കമ്പനിയാണെന്നും തിരിച്ചറിഞ്ഞിട്ടാണ് ഇതിലേക്ക് ഒരു പൂർണ്ണമായും ഞാൻ കടന്നിട്ടുള്ളത്. ഒരു ബൈനറി കമ്പനിയേക്കാൾ ഉപരി ഇവിടെ നോ ടാർഗറ്റ് ഒരു വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് ഇവിടെ വരുന്നില്ല. അതും അഫോർഡബിൾ പ്രൈസ് ആണ്. നല്ല ഉപയോഗിച്ച് നോക്കിയപ്പോൾ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി, അതൊക്കെയാണ് എന്നെ ആശ്രയിച്ച കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. വെരി ഗുഡ്, വെരി ഗുഡ്. ഈ ഒരു പ്രോഗ്രാം കാണുന്ന പുതിയ വ്യക്തികൾ ഉണ്ടെങ്കിൽ എനിക്കും പറയാനുള്ള അതേ ഒരു കാര്യം തന്നെയാണ് ഫാസിൽ പറഞ്ഞ കാര്യം. ഒരുപക്ഷെ ബൈനറി കൺസെപ്റ്റിൽ നിങ്ങൾക്ക് കാണുവാൻ വേണ്ടി സാധിക്കും ഒരു ലെഫ്റ്റ് റൈറ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആണ്. ഇവിടെ സൺഫ്ലവർ സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യകാന്തി പൂയുടെ ഇതള് പോലെയാണ്. നിങ്ങൾക്ക് ഒരുപാട് ലെഗ്സ് ക്രിയേറ്റ് ചെയ്യാൻ അവസരമുണ്ട്. അതുകൂടാതെ തന്നെ ബൈനറി കൺസെപ്റ്റില് പാക്കേജ് പ്രൊഡക്ട്സ് ഒക്കെ ആയിരിക്കും. അതിന് വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് വേണ്ടി വരും. ഒരുപക്ഷെ അത്രയും ക്വാളിറ്റി അവകാശപ്പെടാൻ ഇല്ലാത്ത അത്രയും ആവശ്യമായിട്ടുള്ള പ്രൊഡക്ട്സ് ആയിരിക്കില്ല ഇവരുടെ ഒക്കെ കയ്യിലുള്ളത്. പക്ഷെ ഫാസിൽ നോക്കിക്കണ്ടത് പ്രൊഡക്ട് ബേസ് നിത്യോപയോഗ സാധനങ്ങൾ തരുന്ന മോദിക്കർ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം സൺഫ്ലവർ സിസ്റ്റം ഫോളോ ചെയ്യുമ്പോൾ ആ വ്യക്തി ഒരുപാട് റിസർച്ച് ചെയ്തതിന്റെ ഭാഗമായിട്ട് നല്ലത് തിരിച്ചറിയാൻ ഇടയായി. അപ്പൊ അങ്ങനെ നല്ലൊരു പ്ലാറ്റ്ഫോമിലേക്ക് ഫാസിൽ ഒടുവിലെത്തി. സോ ഫാസിൽ തുടക്ക കാലയളവിൽ ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് കടക്കുമ്പോൾ വീട്ടിൽ നിന്നൊക്കെയുള്ള റെസ്പോൺസ് എങ്ങനെയായിരുന്നു? മോദിക്കർ ബിസിനസ് ചെയ്യുന്ന സമയത്ത് തന്നെ വീട്ടിലെ റെസ്പോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരി ബാഡ് ആണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഒരു നിലപാടിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഞാൻ മോദിക്കർ സെലക്ട് ചെയ്തത്. പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സാധാരണയായിട്ട് നമ്മുടെ കേരള ജനത അല്ലെങ്കിൽ ഇന്ത്യൻ ജനത ആ ഒരു കൺസെപ്റ്റ് നോക്കുകയാണെങ്കിൽ മക്കളെ നന്നായി പഠിപ്പിച്ച് ജോലി മേടിച്ചു കൊടുക്കുക എന്നുള്ള ആ ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെ ആയിരുന്നു ഞാനും മുന്നോട്ട് പോയിരുന്നത്. പഠിച്ച് നല്ലൊരു ജോബ് മേടിക്കുക എന്നുള്ളൊരു കൺസെപ്റ്റിലായിരുന്നു മുന്നോട്ട് പോയിരുന്നത്. അപ്പോ ആ ഒരു സമയത്ത് ഇനി ഇതുപോലുള്ളൊരു ബിസിനസ് ഓൾറെഡി ഇതുപോലുള്ള ഒരു മണി ചെയിൻ ബിസിനസ് ആണ് അല്ലെങ്കിൽ ഒരു മണി ചെയിൻ പോലുള്ള ബിസിനസ്സുകളാണ് എന്നുള്ള ആ ഒരു സങ്കല്പങ്ങൾ മറ്റുള്ള ബൈനറി പോലുള്ള കമ്പനികൾക്ക് ഉള്ളത് കൊണ്ട് തന്നെ ഒരു വീട്ടിൽ നിന്നൊരു നല്ലൊരു സപ്പോർട്ട് കിട്ടിയിട്ടില്ലായിരുന്നു. പക്ഷെ ഇന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം അന്ന് അവർ കുറ്റങ്ങളും കുറവുകളും മാത്രം കണ്ടെത്തിയിരുന്ന സമയത്ത് ഇന്ന് ഈ ഒരു ബിസിനസിന്റെ ഒരു അച്ചീവ്മെന്റ് അല്ലെങ്കിൽ ഇതിന്റെ ഒരു നിലനിൽപ്പ് പ്രൊഡക്ട്സിന്റെ ഉപയോഗം ആ കാര്യം നമുക്ക് സംസാരിക്കാം. ആ ഒരു കാലഘട്ടങ്ങളിൽ എല്ലാ വീട്ടുകാരും ചെയ്യുന്നത് പോലെ മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾ ഒരു വിദ്യാഭ്യാസത്തിന് പോകാതെ ഒരു ജോലി എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഇല്ലാതെ ഇങ്ങനെ ഒരു ബിസിനസ്സിലേക്ക് വഴി തെറ്റുമോ എന്നുള്ളൊരു ചിന്താഗതിയാണ് ഒരു പക്ഷേ ഫാസിലിന്റെ പാരന്റ്സും ഫാസിലിനെ അത് ഫോഴ്സ് ചെയ്തത് അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചത്. സോ ഫാസിൽ വിഷയം നല്ലൊരു തീരുമാനമെടുത്തു. മോദിക്കറിന്റെ ഭാഗമായിട്ട് പഠിത്തത്തിനൊപ്പം ഇത് മുന്നോട്ട് പോകുന്നുണ്ട്. സോ ആ ഒരു കാലഘട്ടങ്ങളിൽ ഫാസിൽ ആരെയാണ് മീറ്റ് ചെയ്യാൻ ശ്രമിച്ചത്? കുടുംബക്കാരെയാണോ അല്ലെങ്കിൽ ഫ്രണ്ട് സർക്കിളിലുള്ളവരെയാണോ ഒരു പരിചയമില്ലാത്ത ആൾക്കാരെയാണോ നാട്ടുകാരെയാണോ ആരെയാണ് മോദിക്കറുമായിട്ട് അപ്രോച്ച് ചെയ്തത്?
ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ബിസിനസ്സിലേക്കായിട്ട് ഇൻവൈറ്റ് ചെയ്തത് എൻ്റെ കുടുംബക്കാരായ ചില വ്യക്തികളെയാണ്. ഒന്നുകൂടി ഞാൻ പറഞ്ഞാൽ എന്നെ തള്ളിപ്പറയാത്ത കുറച്ച് വ്യക്തികളോടാണ് ഞാൻ തുടക്കകാലത്ത് സംസാരിച്ചിരുന്നത്. പ്രോഡക്ട്സും കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു ഫാമിലി ലെവലിലേക്കായിരുന്നു ഇറങ്ങിച്ചെന്നിരുന്നത്. അതുപോലെ തന്നെ ബിസിനസ് സംസാരിച്ചതും ഫാമിലി മേഖലയിലാണ്. പിന്നീടാണ് ഒരു ഔട്ട്സൈഡിലേക്ക് വന്നത്. തീർച്ചയായും ഒരു ഔട്ട്സൈഡിലേക്ക് പോകുന്ന സമയത്താണ് ഈ ഒരു ബിസിനസ്സിൽ എനിക്ക് ഒരു സ്വാധീനം അല്ലെങ്കിൽ ഒരു നല്ലൊരു ജനറേഷൻ ടീം സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയത്. ഈ ഒരു കുടുംബത്തിലേക്കൊക്കെ ഉള്ള ആൾക്കാരായിട്ട് മോദിക്കേണ്ട കാര്യം സംസാരിക്കുന്ന സമയത്ത് അവർക്ക് പ്രൊഡക്റ്റിൽ കൺവിൻസ്ഡ് ആയിരുന്നു, പ്രൊഡക്റ്റിലെ ക്വാളിറ്റിയിൽ? തീർച്ചയായും അത് ഒരു പ്രൊഡക്ട്സ് ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു മാർക്കറ്റിംഗ്, നമുക്ക് ഒരു അഡ്വർടൈസ്മെന്റ് ഇല്ല എന്നതുകൊണ്ട് പ്രൊഡക്റ്റുകൾ ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രോഡക്ട്സ് ഫസ്റ്റ് കൊടുക്കുന്ന സമയത്ത് അതിന്റെ ഒരു അറിവില്ലായ്മ കാരണം കുറച്ചൊക്കെ ഒരു ബാക്കിലേക്കായിരുന്നു. പക്ഷെ എന്റെ ഒരു ബന്ധം പ്രകാരം അവർ ഉപയോഗിക്കാൻ തയ്യാറാവുകയും ആ ഒരു പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി തിരിച്ചറിഞ്ഞ് അന്ന് മുതൽ ഇന്ന് വരെ ആ ഒരു ഉൽപ്പന്നം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ഫാമിലീസ് എന്റെ കൂടെ ഉണ്ട്. സ്വന്തം സുഹൃത്തുക്കളും സ്വന്തം ബന്ധങ്ങളും എന്ന് പറയുന്ന സമയത്ത്. വെരി ഗുഡ്. ആ ഒരു സമയത്ത് കുടുംബത്തിലെ ആൾക്കാരെ ഒരു കസ്റ്റമറിൽ നിന്ന് ഒരു കൺസൾട്ടന്റ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി സാധിച്ചിരുന്നു? ഫാമിലിയിൽ നിന്നും ബിസിനസ്സിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് വലിയൊരു സക്സസ് ഉണ്ടായിട്ടില്ല. ഫാമിലിയിൽ നിന്നൊരു വലിയ സക്സസ് ഉണ്ടായിട്ടില്ല കൺവേർട്ട് ചെയ്യുന്ന സമയത്ത്. തീർച്ചയായും ഒരു ഔട്ട്സൈഡിൽ നിന്നാണ് എനിക്കൊരു സക്സസ് ഉണ്ടാക്കിക്കാൻ സാധിച്ചത്. ഫാമിലിയിൽ നിന്ന് കസ്റ്റമർ ഓറിയന്റഡ് ആയിട്ട് ഒരുപാട് വ്യക്തികൾ ഉണ്ടായിരുന്നു. ഒരു കൺസൾട്ടന്റ് എന്നുള്ള മേഖലയിലേക്ക് കടന്നു വന്നിട്ടില്ല. കസ്റ്റമേഴ്സ് ആയിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഒരു ഫാസിൽ എന്ന് പറഞ്ഞ വ്യക്തിയിൽ നല്ലൊരു ക്വാളിറ്റിയിലുള്ള ലീഡർഷിപ്പ് ഉണ്ടാകുവാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ആ സമയത്ത് ഫാസിൽ ചെയ്തു തുടങ്ങിയത്? തീർച്ചയായും നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രി ഒരു പ്രോഗ്രാം ഓറിയന്റഡ് ബിസിനസ് ആണെന്ന് എനിക്കറിയാമായിരുന്നു. പഠിക്കുന്ന സമയത്തൊക്കെ പ്രോഗ്രാം ഓറിയന്റഡ് ബിസിനസ് ആണെന്നുള്ള തിരിച്ചറിവ്, ഒരുപാട് പ്രോഗ്രാംസുകളുടെ ഒരു പരിണിത ഫലമാണ് ഇന്ന് കാണുന്ന ഈ ഒരു പീസ് ഇതിലൂടെ ഉണ്ടായിട്ടുള്ളത്. സ്പെഷ്യലൈസ്ഡ് എന്റെ ടീം ഗ്ലോബലിന്റെ അമരക്കാരനായ ജിഷ സാറിന്റെ ന്യൂ എന്ന് പറയുന്ന സിസ്റ്റം, നെറ്റ്വർക്കിംഗ് എനർജി വർക്ക്ഷോപ്പ് എന്ന് പറയുന്ന പോലുള്ള ട്രെയിനിങ്ങിലും അതുപോലെ തന്നെ ഒരുപാട് പുസ്തകങ്ങളിൽ നിന്നുള്ള അറിവൊക്കെയാണ് എന്നെ ഒരു സംബന്ധിച്ചിടത്തോളം ഒരു ലീഡർഷിപ്പിലേക്ക് എത്തിച്ചത്. അതിനേക്കാൾ ഉപരി ഒരു വ്യക്തിയെ ഒരു 1-to-1 ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന നമ്മുടെ കോൺഫിഡൻസ്, അതൊരു വല്ലാത്തൊരു തരമായിരുന്നു. കാരണം ഒരു 1-to-1 ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന ആ ചോദ്യങ്ങളും ആൻസറുകളും അതിനെ കൺവിൻസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ലീഡർഷിപ്പിനെ വലിയൊരു രീതിയിൽ മോൾഡ് ചെയ്തിട്ടുണ്ട്. ഒരു കോൺഫിഡൻസ്. വെരി ഗുഡ്. റീഡിംഗ് ഹാബിറ്റ്സ് ഒക്കെ ഈ ഒരു പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മോദി കെയറിന്റെ ആശയം ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഏത് സമയമാണ് വിനിയോഗിച്ചത്? ബിസിനസ് ചെയ്യുന്ന സമയം ഞാൻ ശനിയും ഞായറും മാത്രമായിരുന്നു മോദി കെയർ ബിസിനസ് സജീവമായി ചെയ്യാൻ സാധിച്ചിരുന്നത്. ഒരുപക്ഷെ കോളേജിൽ നിന്നും വീട്ടിൽ നിന്നും കോളേജിലേക്ക് പോകുന്ന സമയം കുറച്ച് ദൂരമാണ്, കുറച്ച് ദൂരദൈർഘ്യം ഉള്ളത് കൊണ്ട് തന്നെ തിങ്കൾ മുതൽ വെള്ളി വരെ കോളേജ് പഠനത്തിന്റെ ഒപ്പം നമുക്ക് ചെയ്യുന്ന ഒരു ക്രൈറ്റീരിയ ആണെങ്കിൽ കോളേജിൽ കഴിഞ്ഞാൽ കിട്ടുന്ന സമയം കോളേജ് പരിസരത്തുള്ള അല്ലെങ്കിൽ എന്റെ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് ഞാൻ ബിസിനസ് ആ ഒരു ദിവസങ്ങൾ ചെയ്തിരുന്നു. പരിപൂർണമായിട്ടും ശനിയും ഞായറും മാത്രമാണ് മോദികളിൽ ഞാൻ ആക്റ്റീവായി വർക്ക് ചെയ്തിരുന്ന സമയം. ഫ്രണ്ട് സർക്കിളിലെ ഒരുപാട് പേരെ കൺസൾട്ടന്റ് ആക്കി മാറ്റാൻ വേണ്ടി സാധിച്ചു? തീർച്ചയായും സുഹൃത്തുക്കളിൽ നിന്ന് തന്നെയാണ് ഒരു വലിയ തരത്തിലേക്ക് ഇന്ന് എന്റെ ഈ ഒരു പൊസിഷൻ ആയാലും എന്റെ ഒരു ഇൻകത്തിന്റെ ഒരു സ്റ്റെബിലിറ്റി ആയാലും ആ ഒരു സുഹൃത്ത് ബന്ധത്തിൽ നിന്നാണ് എനിക്ക് ഒരു നല്ലൊരു മുകളിലേക്ക് എത്താൻ സാധിച്ചിട്ടുള്ളത്. എന്റെ ഒപ്പം ഇരിക്കുന്ന ഒരു സുഹൃത്തിനെ തന്നെ ഈ ഒരു ബിസിനസ്സിലേക്ക് കൊണ്ടുവന്ന് നല്ലൊരു പൊസിഷനും നല്ലൊരു റാങ്കും നല്ലൊരു ഇൻകം മേടിച്ചു കൊടുക്കാൻ സാധിച്ചിരുന്നു. എന്റെ കോളേജിന്റെ ഒരേ ക്ലാസ്സിൽ ഒരേ ബെഞ്ചിൽ ഇരിക്കുന്ന സുഹൃത്തിനെ. വെരി ഗുഡ്, വെരി ഗുഡ്. ഈ ഒരു തുടക്ക കാലയളവിൽ ഇപ്പൊ ഫ്രണ്ട്സ് ഒരുപാട് പേര് കൺസൾട്ടന്റ് ബേസ് ആയി, ഇവരൊക്കെ ബിസിനസ്സിലെ കുറച്ചുകൂടെ ഇൻവോൾവ് ചെയ്യാൻ വേണ്ടി ഫാസിൽ എന്ന് പറയുന്ന വ്യക്തി എന്തെങ്കിലും പ്രോഗ്രാം അവർക്ക് വേണ്ടി ചെയ്തതാണോ, അല്ലെങ്കിൽ അപ്ലൈൻ ലീഡർഷിപ്പിലുള്ള ആൾക്കാർ ചെയ്യുന്ന പ്രോഗ്രാമിൽ ഇവരെ ഭാഗമാക്കിയോ? എന്താണ് ആ സമയത്ത് ചെയ്തത്? ആ സമയത്ത് ഇത് രണ്ടും ഉണ്ടായിരുന്നു. സ്പെഷ്യലായിട്ട് പൊതുവെ ഒരുപാട് കളിയാക്കലുകൾ ഉണ്ടായിരുന്നു കോളേജില്, കളിയാക്കലുകൾ ഒരുപാട് ഉണ്ടായിരുന്നു. അപ്പൊ ആ ടൈമിലൊക്കെ ഒരു പക്ഷെ ചില ആളുകൾ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ചില ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നില്ല. സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെ സെലക്ട് ചെയ്ത് സ്പെഷ്യലായിട്ട് ഞാൻ അവർക്ക് വേണ്ടിയിട്ട് അവരുടെ വീട്ടിലേക്ക് ഒരു അപ്പോയിന്റ്മെന്റ് എടുത്ത് പോയി അവരെ പേഴ്സണൽ കൺവിൻസ് ചെയ്തിരുന്നു. കൺവിൻസ് ചെയ്തതിന് ശേഷം അപ്ലയൻസിനെ കൂട്ടി പോയി അവരുടെ സപ്പോർട്ട് പ്രകാരം ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നിരുന്നു. അങ്ങനെ ആയിരുന്നു ചെയ്തിരുന്നത്. അപ്പൊ തുടക്ക കാലയളവിൽ ഉണ്ടായ വെല്ലുവിളികൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും പറയാനുണ്ടാവുക? പ്രധാനപ്പെട്ട ചലഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലി ആണെങ്കിൽ
ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം പഠിക്കുന്ന സമയത്ത് ഒരു വലിയ ബിസിനസ്മാൻ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നിന്നേക്കാൾ വലിയ പ്രഗത്ഭരായ ആളുകൾ ഇത് ചെയ്ത് പോയിട്ടുള്ള ഒരു ബിസിനസ്സാണ്. ഈ ഒരു ചെറുപ്രായത്തിൽ നീ എന്തിനാണ് നിന്റെ ഒരു കൗമാരപ്രായം വെറുതെ അങ്ങനെ ഒരു വിനിയോഗിക്കുന്നത്? ആ നേരം നല്ല പഠിച്ച് നല്ലൊരു ജോബ് പിടിച്ചൂടെ എന്നുള്ള ഒരു ചോദ്യമായിരുന്നു ഫാമിലി അല്ലെങ്കിൽ ചുറ്റുപാട്, നാട് ചുറ്റുപാടൊക്കെ ഉണ്ടായിരുന്നു. ഫ്രണ്ട്സിൽ നിന്നാണെങ്കിൽ സോപ്പും പേസ്റ്റും നിൽക്കുന്ന ഫാസിലാതെ പോകുന്നു, സോപ്പും പേസ്റ്റും വിൽക്കുന്ന ഫാസിലാതെ പോകുന്നു. അവന്റെ ബാഗിൽ സോപ്പ് ഉണ്ടായിരിക്കും, അവന്റെ ബാഗിൽ പേസ്റ്റ് ഉണ്ടായിരിക്കും, അവന്റെ ബാഗിൽ ടോയ്ലറ്റ് ക്ലിയർ ഉണ്ടായിരിക്കും. അപ്പൊ ഞാൻ ക്ലാസ്സിന്റെ ഉള്ളിൽ തന്നെ നന്നായിട്ട് റീറ്റെയിൽ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. ഓൾമോസ്റ്റ് കോളേജ് മൊത്തം അറിയപ്പെടുന്നത് മോദിക്കർ ചെയ്യുന്ന അല്ലെങ്കിൽ ഫാസിൽ എന്നാണ്. അപ്പോ കോളേജിന്റെ മൊത്തത്തിൽ സാർമാരായാലും പ്രിൻസിപ്പൾ ആയാലും വൈസ് പ്രിൻസിപ്പൾ ആയാലും കോളേജിൽ എന്നെ കണ്ടാൽ മോദിക്കറാതെ വരുന്നു, അല്ലെങ്കിൽ അങ്ങനത്തെ കുറച്ച് കളിയാക്കലുകൾ മാത്രം. കുറ്റപ്പെടുത്തലുകൾ കോളേജിലായിരുന്നു ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. ഈ ഒരു പ്രായത്തിൽ നമുക്ക് ഒരുപാട് പക്വത തോന്നാത്ത ഒരു ഏജ് ആണല്ലോ. ഈ ഒരു കാലഘട്ടങ്ങളിൽ ഒരു വിഭാഗം ആൾക്കാർ ഇതിനെ കളിയാക്കുന്നു, നിരുത്സാഹപ്പെടുത്തുമ്പോൾ ഫാസിൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന്റെ മനസ്സിൽ എന്തെങ്കിലും വലിയ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു, ഇതുവഴി ജീവിതം കെട്ടിപ്പടുക്കണം എന്നുള്ള ഉറച്ച തീരുമാനം അങ്ങനെ എന്തെങ്കിലും എടുത്തോ, അല്ലെങ്കിൽ ഞാനൊന്ന് നോക്കട്ടെ എന്ന രൂപത്തിൽ തന്നെയാണോ മുന്നോട്ട് പോയത് ഈ ഒരു സമയം? അല്ല, തീർച്ചയായും ജീവിത സാഹചര്യം ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ കുറച്ച് പ്രശ്നങ്ങളും പരാജയങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ജീവിതത്തിൽ ഒരു നല്ലൊരു ജോലി അല്ലെങ്കിൽ ഒരു നല്ലൊരു ബിസിനസ്മാൻ ആകണം എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് മോദിക്കർ ബിസിനസ്സിൽ മുന്നേ ജോയിൻ ചെയ്യുന്ന സമയത്ത് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഉണ്ടായിരുന്നത് 10ാം ക്ലാസ് മുതലുള്ള ഒരു ആഗ്രഹം, പഠിച്ച് നല്ലൊരു എന്താ പറയാ ഡിഗ്രി ബികോം കഴിഞ്ഞതിന് ശേഷം ഒരു IAS കാരനാവുക എന്നുള്ള ഒരു പദ്ധതി അല്ലെങ്കിൽ ആ ഒരു ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു മുന്നിലുണ്ടായത്. പിന്നീട് കോളേജ് പഠനം ഫസ്റ്റ് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണ് മോദിക്കർ എന്ന് പറയുന്ന അവസരത്തെ കുറിച്ച് പരിചയപ്പെടുന്നത്. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ 2 ആഗ്രഹങ്ങളാണ്, ഒന്ന് നല്ല ബിസിനസ്മാൻ ആവുക, ചെറുപ്പത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന ഒരു ആഗ്രഹം നല്ലൊരു IAS കാരനാവുക അല്ലെങ്കിൽ ഒരു IAS ഓഫീസർ ആവുക എന്നുള്ളത്. പിന്നീട് ഒരു ബിസിനസ് എന്ന് പറയുന്ന ഒരു അവസരം എന്റെ കയ്യിലേക്ക് മോദിക്കർ പോലുള്ള ഒരു ബിസിനസ് കടന്നു വന്നതുകൊണ്ട് ഇതിലുള്ള ഒരുപാട് പ്രോഗ്രാമുകളും ട്രെയിനിങ്ങുകളും എന്നെ ഒരു വേറിട്ട ലെവലിലേക്ക് ചിന്തിപ്പിക്കുവാനും സ്വപ്നം കാണുവാനും പഠിപ്പിച്ചു. അതുകൊണ്ട് ഇപ്പോ ആക്റ്റീവായിട്ട് ആ ഒരു IAS എന്ന് പറയുന്ന സ്വപ്നത്തിന് പകരം മോദിക്കർ എന്ന് പറയുന്ന ഒരു വലിയൊരു ബിസിനസ്മാൻ ആകണം എന്നുള്ള ആ ഒരു ലെവലിലേക്ക് ഇന്ന് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. കാര്യങ്ങൾ അങ്ങനെ വളരെ ആക്റ്റീവായിട്ട് വളരെ സജീവമായിട്ട് കളിയാക്കലുകൾ ചെവിക്കൊള്ളാതെ ഉറച്ച തീരുമാനത്തിൽ മുന്നോട്ട് പോയി. ആ ഒരു സമയത്ത് എത്രയൊക്കെയായിരുന്നു വരുമാനം മോദിക്കറിന് ലഭിച്ചത്? മോദിക്കറിൽ ഞാൻ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഞാൻ അന്ന് ഒരു ഫാസ്റ്റാഗ് എന്ന് പറയുന്ന മേഖലയിലായിട്ട് ജോയിൻ ചെയ്യുന്നത്, FSP എന്ന് പറയുന്ന പേരിൽ. അന്നൊരു ആദ്യത്തെ വരുമാനം 545 രൂപയാണ്. ഏകദേശം കോളേജ് പഠിക്കുന്ന സമയത്ത് തന്നെ ഏകദേശം ഒരു 10,000, 12,000, 15,000 രൂപയായിരുന്നു അന്നത്തെ ആ സമയങ്ങളിലായിരുന്നു വരുമാനം എന്ന് പറയുന്നത്. പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടങ്ങളിൽ തന്നെ തുടക്കം ഒരു 10,000-ന് മുകളിലോട്ട് വരുമാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പ്രായത്തിൽ ഒരു 90% കുട്ടികളും മാതാപിതാക്കളെ ആശ്രയിച്ച് ജീവിതം മുന്നോട്ട് പോകുന്ന ഒരു സമയമാണ്. പക്ഷേ ഫാസിൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, ഒരു വിദ്യാർത്ഥി സ്വയം തൊഴിലെന്ന രൂപത്തിൽ മോദിക്കർ ആശ്രയിച്ചുകൊണ്ട് ഒരു 10,000 രൂപ വാങ്ങിച്ചുകൊണ്ട് ഡിഗ്രി ഒക്കെ കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് 10,000, 15,000 വരെ, അത് വലിയൊരു കാര്യമാണ്. ഒരുപാട് പുതിയ ആൾക്കാർക്ക് ഈ ഒരു പ്രോഗ്രാം കാണുന്ന 18 വയസ്സിന്റെ മേൽപോട്ടുള്ള ആൾക്കാർക്ക് ഫാസിലിന്റെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഒരുപാട് ഉപകാരപ്രദമാകും, അതൊരു വലിയൊരു പ്രചോദനത്തിന് കാരണമാകുന്ന കൂടെ ഈ ഒരു സമയത്ത് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്നു. ഫാസിൽ ഈ ഒരു 15,000 ഒക്കെ ചെയ്യുന്ന സമയത്ത് പുതിയ ആൾക്കാർക്കൊക്കെ ഒരു ആഗ്രഹം ഉണ്ടാവും. എന്തായിരുന്നു ആ സമയത്ത് ചെയ്തത്? എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു 10,000 രൂപ അല്ലെങ്കിൽ ഒരു 15,000 രൂപ വരുമാനം കിട്ടുക എന്നുള്ള എന്റെ ഒരു എന്നെ പ്രചോദനപ്പെടുത്തിയ ഒരു കാര്യം തീർച്ചയായും ഞാൻ നേരെ സൂചിപ്പിച്ച പോലെ അത്യാവശ്യം ഒരു ലോ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിലും സ്വന്തമായി പണിയെടുത്ത് ജീവിക്കുക അല്ലെങ്കിൽ സ്വന്തമായി പണിയെടുത്ത് പഠിക്കുക എന്നുള്ളൊരു കൺസെപ്റ്റ് എന്റെ മുന്നിൽ ഉണ്ടായിരുന്നു. അപ്പോ കോളേജിൽ സെമസ്റ്ററുകൾ കൊടുക്കുന്ന ഫീസ് ആണെങ്കിലും 10,000 കണക്കിന് രൂപയാണ്, പോകുന്ന ചെലവാണെങ്കിലും ഒരുപാട് എന്താ പറയാ ചെലവുകൾ ഒരുപാടുണ്ട്. അപ്പൊ ആ ചെലവുകളൊക്കെ മറികടക്കുവാൻ ഞാൻ അഹോരാത്രം മോദിക്കർ ബിസിനസ്സിൽ കോളേജ് കഴിഞ്ഞാലും കിട്ടുന്ന സമയം നന്നായി ഞാൻ യൂസ്ഫുൾ ചെയ്തിരുന്നു. ഒരു നല്ലൊരു വോളിയം ബിസിനസ്സിലൂടെ LPB എന്ന് പറയുന്ന ഒരു ലെവലിലേക്കൊക്കെ എത്തുന്ന സമയത്താണ്
എന്നെ സംബന്ധിച്ച് നല്ലൊരു ഇൻകം ജനറേഷൻ ചെയ്തു തുടങ്ങിയത്. അത്യാവശ്യം ആ സമയത്ത് ആ ഒരു വർക്കിന്റെ ആ ഒരു ഊർജ്ജമായ അല്ലെങ്കിൽ ആ ഒരു ദൃഢനിശ്ചയതയോട് കൂടിയുള്ള ഓട്ടം, കുറച്ച് ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടിന്റെ അല്ലെങ്കിൽ ഞാൻ തന്നെ പഠിച്ച അല്ലെങ്കിൽ ഞാൻ തന്നെ ജോലിയെടുത്ത് എന്റെ പഠനം നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്നുള്ളൊരു കോൺഫിഡന്റ് ആണ് മോദി കെയർ ബിസിനസിന്റെ നല്ല കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഇംഗത്തിനെ കുറിച്ച് പഠിച്ച് ഒരു ഇംഗത്തിലേക്ക് എത്താനുള്ള കാരണം. ഓക്കെ, ചോദ്യം ഇങ്ങനെയായിരുന്നു, പുതിയ ആൾക്കാരൊക്കെ അറിയാനൊരു ആഗ്രഹം കാണും. ആ ഒരു കാലഘട്ടങ്ങളിൽ FSP പോലെയുള്ള കമ്പനി തരുന്ന ഓഫേഴ്സ്, ലോയൽറ്റി പ്രോഗ്രാം, റീപർച്ചേസ് പ്രോഗ്രാം, ഡിസ്ട്രിബ്യൂഷൻ പോയിന്റ്സ്, പരിവർത്തൻ, അല്ലെങ്കിൽ ഹോം മീറ്റിംഗ്, ഹോം ഷോപ്പിംഗ്, ഏതിലായിരുന്നു ഫാസിൽ എന്ന് പറയുന്ന ഒരു തുടക്കക്കാരൻ കോൺസെൻട്രേറ്റ് ചെയ്തത്? ജിനി സാർ, ഞാൻ അന്ന് കോൺസെൻട്രേറ്റ് ചെയ്തത്, ഞാൻ സാറ് പറഞ്ഞതിൽ ആ ഒരു പോയിന്റിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു 2-3 കാര്യങ്ങളാണ്. ഒന്ന്, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ഫാസ്റ്റ് സ്റ്റാർട്ടോട് കൂടിയിട്ടാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ എന്താണോ ഞാൻ ചെയ്തത്, ഞാൻ ബിസിനസിന് വേണ്ടി ഞാൻ എന്താണോ ചെയ്തത്, അത് എനിക്ക് ഒരു വ്യക്തിയോട് വേണ്ട പോലെ അതിന് കൺവിൻസ് ചെയ്ത് അത് ചെയ്യിപ്പിക്കുവാൻ സാധിച്ചിരുന്നു. അപ്പൊ FSP ആ ഒരു ലെവലിൽ എൻ്റെ ഒരു ടൂളാക്കി ഞാൻ എടുത്തിരുന്നു. ഒന്ന്, FSP എൻ്റെ ഒരു ടൂളായിരുന്നു. ഞാൻ ആരോടും ബിസിനസ് സംസാരിക്കുന്ന സമയത്ത് FSP കുറിച്ച് ആദ്യം സംസാരിച്ചിട്ട് പിന്നെ ലോയൽറ്റിയിലേക്ക് കടന്നു പോവുകയും ഒരു FSPയിൽ ഉണ്ടാകുന്ന ഒരു കോൺഫിഡന്റ് തുടങ്ങിയ ആ ഒരു അതിന്റെ ഒരു റിസൾട്ട് എനിക്ക് നല്ല രീതിയിൽ സ്വാധീനം ചെലുത്താൻ സാധിച്ചിരുന്നു. 2, പരിവർത്തൻ. ഞാൻ എല്ലാ ദിവസവും എല്ലാ ആഴ്ചയിലും ഒരു മാസത്തിലെ എല്ലാ ആഴ്ചയിലും ശനിയാഴ്ച തിരൂര് മേഖലയിൽ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് റെഗുലർ ആയിട്ട് ചെയ്തിരുന്നു. ഡയറക്ടർ ആവുന്നതിനേക്കാൾ മുന്നേ തന്നെ ഇപ്പോ അപ്ലൈൻ എന്ന് പറയുന്ന ഡപ്പാൾ സ്വദേശിയാണ്. അപ്പോ അവിടുത്തെ സ്വാധീനം എനിക്ക് ഈ എന്റെ നാട്ടിൽ കിട്ടാതായി വന്നപ്പോൾ, അല്ലെങ്കിൽ ആ ഒരു അന്തരം ഉള്ളത് കൊണ്ട് തന്നെ ഞാനൊരു പ്രോഗ്രാം ഓറിയന്റഡ് ആയിട്ട് നേരിട്ട് ഷിഫ്റ്റ് ചെയ്തു. അപ്പൊ ഒരു പരിവർത്തനം എല്ലാ വീക്കിലും ശനിയാഴ്ച ഞാൻ എല്ലാ ആഴ്ചകളിലും നടത്തി പോയിരുന്നു. അതിലൂടെ ഉണ്ടാകുന്ന ഒരു സക്സസ് ആണ് ഒരുപക്ഷെ ആ ഒരു ലെവലിലേക്ക് എന്നെ എത്തിക്കാനും ലീഡർഷിപ്പിലേക്ക് എത്തിക്കുവാനും കാരണമാണ്. തീർച്ചയായും FSP, പരിവർത്തൻ, ഈ 2 മേഖലയാണ് എന്നെ ബിസിനസ്സിൽ സക്സസ് ആക്കിയത്. അതിനോടൊപ്പം ഹോം മീറ്റിംഗിൽ പ്രാധാന്യം കൊടുത്തു കാണുമല്ലോ? തീർച്ചയായും, സ്വാഭാവികശാലും FSP എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിൽ നമ്മൾ ഒരു വ്യക്തിയെ ജോയിൻ ചെയ്യിപ്പിക്കുന്ന സമയത്ത് തീർച്ചയായും ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഹൗസ് പാർട്ടി എന്ന് പറയുന്നത്. അപ്പൊ ഒരു ഫാസ്റ്റ് സ്റ്റാർട്ട് ചെയ്തൊരു വ്യക്തിയെ, അല്ലെങ്കിൽ ഫാസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു വ്യക്തി ഒരു 14,000-13,000 രൂപയുടെ പർച്ചേസ് ചെയ്ത് അദ്ദേഹത്തിന്റെ വീട്ടിൽ നമ്മൾ പോയി ഒരു മുൻകൂട്ടി ഒരു ഡേറ്റ് ഒക്കെ ബുക്ക് ചെയ്തിട്ട് അദ്ദേഹത്തിന് വേണ്ടി ഒരു മാർക്കറ്റിംഗ് പെനിട്രേഷൻ എന്നുള്ള രൂപത്തിൽ നമ്മൾ നന്നായിട്ട് സജ്ജമായിരുന്നു. മോദി കെയറിന്റെ പ്രൊഡക്റ്റ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ അതിന്റെ അവൈലബിലിറ്റി കൂട്ടുക, അറിവ് എത്തിക്കുക എന്നുള്ള കൺസെപ്റ്റിൽ അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ ചെയ്യുന്നു. ഹൗസ് പാർട്ടികൾ ഒരു വിത്തിൻ ഒരു 2 ഡേയ്സിനുള്ളിൽ തന്നെ നമ്മളൊരു ഹൗസ് പാർട്ടികളിൽ സജീവമാണ്. ഹൗസ് പാർട്ടി പ്ലസ് FSP പ്ലസ് ഹൗസ് പാർട്ടി പ്ലസ് പരിവർത്തൻ, ആ ഒരു രീതിയിലൂടെ ആയിരുന്നു ആ ഒരു തുടക്കകാലം പോയിരുന്നത്. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ അങ്ങനെ ഇപ്പം ടീമിൽ തിരിഞ്ഞു നോക്കുമ്പോൾ എത്ര പേര് ലോയൽറ്റി റെഗുലർ ആയിട്ട് പർച്ചേസ് ചെയ്യുന്ന ആൾക്കാർ കാണുന്നു? എത്ര പേര് FSP എല്ലാ മാസവും റെഗുലർ ആയിട്ട് പോകുന്നു? ഡിസ്ട്രിബ്യൂഷൻ പോയിന്റ് ടീമിൽ എത്ര വന്നിട്ടുണ്ട്? ഇങ്ങനെയുള്ള കുറച്ച് സപ്പോർട്ടിങ്സ് ആയിട്ടുള്ള കാര്യങ്ങളൊന്ന് പറയാം. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ലോയൽറ്റി കസ്റ്റമർ എന്ന് പറയുന്ന മേഖലയിൽ വരുന്ന സമയത്ത് അപ്രോക്സിമേറ്റ്ലി ഒരു 300-330 വ്യക്തികൾ റെഗുലർ ആയിട്ട് ലോയൽറ്റി കസ്റ്റമേഴ്സ് ആണ്. പിന്നെ അതിൽ FSP അല്ലെങ്കിൽ ഹോം ഷോപ്പ്, ഈ 2 മേഖലയിലും ഒരു മാസം ഒരു 10-15 വ്യക്തികൾ റെഗുലർ ആയിട്ട് ഉണ്ടാകുന്നുണ്ട്. ഇപ്പൊ ടീമിൽ ആക്റ്റീവായിട്ട് ഒരു DP മാത്രമേ നമുക്ക് ഓപ്പൺ ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ. ഒരു DP അപ്രൂവൽ ചെയ്തിട്ടുണ്ട്, അതിന്റെ കാര്യങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒന്ന് നിലമ്പൂർ ഏരിയയിലാണ്, ഒന്ന് നമ്മുടെ മലപ്പുറം ജില്ലയിലെ തിരൂർ ഏരിയയിലാണ്. തിരൂർ ഏരിയയിൽ ഒരു DP നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ടിരിക്കുന്നു. മോദി കെയർ ഓഫർ തരുന്ന ഓഫർ ചെയ്യുന്ന ഡിസ്ട്രിബ്യൂഷൻ പോയിന്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്, ഫാസിൽ എന്ന് പറയുന്ന ഒരു ലീഡർ എങ്ങനെയാണ് അതിന് നോക്കിക്കാണുന്നത്? അതിനുള്ള ഗുണം എന്താണെന്ന് പ്രേക്ഷകർക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കാം. തീർച്ചയായും സാർ, ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് മേഖലയിൽ മോദി കെയർ ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ബിസിനസ് വളരണമെങ്കിൽ 3 കാര്യങ്ങളാണ് ആവശ്യം. ആ 3 കാര്യത്തിൽ തീരുമാനമെടുത്തൊരു വ്യക്തി, ആ ലീഡർ. 2, അവർക്ക് വളരാനുള്ള മീറ്റിംഗ് സെന്ററുകൾ. 3, ഇത് 2-നേക്കാളും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഡിസ്ട്രിബ്യൂഷൻ പോയിന്റ്, പ്രോഡക്റ്റിന്റെ അവൈലബിലിറ്റി. അപ്പൊ ഒരു ബിസിനസ് വളരണമെങ്കിൽ ഈ 3 കാര്യവും ഒരു കോമ്പിനേഷനാണ്. അപ്പോ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം ലീഡർ, മീറ്റിംഗ്സ്, പ്രൊഡക്റ്റ് അവൈലബിലിറ്റി. അപ്പോ ഡിസ്ട്രിബ്യൂഷൻ പോയിന്റ് എന്ന് പറയുന്ന മേഖലക്ക് ഈ 2 വ്യക്തികൾക്കും എത്രയാണോ പരിഗണന ഉള്ളത് അതിനേക്കാൾ വലിയ പരിഗണനയാണ് ആ ബിസിനസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് കിട്ടുന്ന ഒരു ഷോപ്പ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ പോയിന്റ് എന്ന് പറയുന്നത്.
ഒരു വളരെ ഒരു എന്താ പറയാ, സാറ് ചോദിച്ച ചോദ്യം ആ ഒരു എന്താ പറയാ ഡിസ്ട്രിബ്യൂഷൻ പോയിന്റ് ആണ് ഒരു പക്ഷെ ഒരു ലീഡർക്ക് വളരാനുള്ള ഏറ്റവും വലിയ ഒരു അല്ലെങ്കിൽ മാർക്കറ്റിംഗ് പെനിട്രേഷൻ അധികരിപ്പിക്കാനുള്ള ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. പ്രൊഡക്റ്റിന്റെ അവൈലബിലിറ്റി കൂടുന്നതിനനുസരിച്ചിട്ടാണ് നമ്മളുടെ ബിസിനസ് കൂടുകയുള്ളൂ. അത് മോദിക്കർ ബിസിനസ്സിലെ തന്നെ ഒരു അവിഭാജ്യ ഘടകമാണ് ഡിസ്ട്രിബ്യൂഷൻ പോയിന്റ് സെന്ററുകൾ എന്ന് പറയുന്നത്. വെരി ഗുഡ്. അതിനോടൊപ്പം ഉള്ളൊരു വലിയൊരു ഫെസിലിറ്റിയാണ് നമ്മുടെ നാട് കഴിഞ്ഞു ഒരു പക്ഷേ നമ്മുടെ ഗ്രാമം, പഞ്ചായത്ത്, ജില്ല, മറ്റ് ജില്ലകൾ, ഇപ്പം 14 കേരളത്തിലെ 14 ജില്ലകളും നിങ്ങൾക്ക് ടീം ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു സ്രോതസ്സാണ്. അപ്പം അതിനോടൊപ്പം അവിടെ പ്രൊഡക്ട്സ് അവൈലബിലിറ്റി ആക്കുന്ന ഒരു സിസ്റ്റമാണ് ഡിസ്ട്രിബ്യൂഷൻ പോയിന്റ്. ഇത് കേരളത്തിൽ മാത്രമല്ല, സൗത്ത് ഇന്ത്യ ആയാലും പാൻ ഇന്ത്യയിലായാലും നിങ്ങൾക്ക് ബിസിനസ് അതും വളരെ സൗജന്യമായിട്ട് ഫ്രീ ജോയിനിങ്ങോട് കൂടി ബിസിനസ് ഡെവലപ്പ് ചെയ്യാനുള്ള അത്രയും വലിയൊരു പ്ലാറ്റ്ഫോമാണ്. ഞാൻ പുതിയ ആൾക്കാർക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് ഡിസ്ട്രിബ്യൂഷൻ പോയിന്റിന്റെ കാര്യം ഓർമ്മപ്പെടുത്തിയത് മാത്രം. സോ ഫാസിൽ, ഇപ്പം പ്രേക്ഷകർ ഇപ്പം ആലോചിക്കുന്ന ഒരു കാര്യമാണ്, ഫാസിലിന്റെ ലൈഫ് സ്റ്റൈൽ ഇങ്ങനെ വളരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ എത്രയായിരിക്കും വരുമാനം നേടുന്നത് എന്നുള്ളത് കാര്യം? തീർച്ചയായും ഇപ്പോ എന്റെ ഒരു ലേറ്റസ്റ്റ് ഇൻകം എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി ഒരു 50,000 രൂപയുടെ അടുത്താണ്. മാസം ഒരു 40,000 രൂപ, 40,000 രൂപ, ഒരു 50,000 രൂപയുടെ ഉള്ളിലാണ് ഇപ്പോഴത്തെ ഏറ്റവും നല്ല ലേറ്റസ്റ്റ് ആയിട്ടുള്ള വരുമാനം എന്ന് പറയുന്നത്. വരുമാനം, വെരി ഗുഡ്. അതേപോലെ തന്നെ ടീമിലുള്ള മറ്റു നേട്ടം, വരുമാനത്തിന്റെ കാര്യത്തിൽ നേട്ടം എന്ന് എടുത്തു പറയുകയാണെങ്കിൽ ഒരു 25,000, 20,000 ആ റേഞ്ചിൽ വരുന്ന എത്ര ആൾക്കാരൊക്കെ ഉണ്ടാവും ടീമിൽ? ഒരു 25,000 അല്ലെങ്കിൽ ഒരു 23,000 രൂപ വരുമാനം പിടിക്കുന്ന ഏകദേശം 2 വ്യക്തികളാണ് ടീമിലുള്ളത്. 2 വ്യക്തികൾ ടീമിലുണ്ട്. ഒരു വ്യക്തി SCD ആണ്, ഒരു വ്യക്തി ഒരു സീനിയർ ഡയറക്ടർ അതുപോലെ ഒരു വ്യക്തിയാണ്. പിന്നെ ഒരു 10,000 രൂപക്ക് മുകളിൽ വരുമാനം മേടിക്കുന്ന ഒരു 3-ൽ കൂടുതൽ വ്യക്തികളുണ്ട്. ഓക്കെ, നല്ല കാര്യം. ഇനി ഫാസിന്റെ ലൈഫ് സ്റ്റൈലിന്റെ ഭാഗമായിട്ട് വാഹനത്തിന്റെ, ഇപ്പൊ നമ്മുടെ 10 തരം വരുമാനമുള്ള സമീർ മോദി ആസാദി പ്ലാൻ അൺലിമിറ്റഡിലെ ഡ്രീം വെഹിക്കിൾ ബോണസ് എന്ന് പറയുന്ന ഒരു ബോണസ്, ആ ഒരു ബോണസ് ഫാസിൽ ഉപയോഗിക്കാൻ തുടങ്ങിയോ? അല്ലെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് വാഹനം പർച്ചേസ് ചെയ്യേണ്ട പ്ലാൻ ഉണ്ടോ? അത് കൂടി ഒന്ന് ഈ ഒരു സമയത്തൊന്ന് ഷെയർ ചെയ്യാം. ഈ ഒരു സമയത്ത് ജിനി സാർ പറയുന്ന സമയത്ത് അത് വളരെ ത്രില്ലിംഗിൽ തന്നെയാണ്. 2.5 വർഷക്കാലം ഞാൻ എന്റെ ഏറ്റവും വലിയ, അല്ലെങ്കിൽ ഒരു മോദിക്കർ ബിസിനസ്സിൽ ജോയിൻ ചെയ്തത് മുതൽ തന്നെ ഏറ്റവും വലിയ ആഗ്രഹമാണ് മോദിക്കറിന്റെ കാർ ഫണ്ട് ഉപയോഗിച്ചിട്ട് കാർ മേടിക്കുക എന്നുള്ള കാര്യം. ഒരു 1.5 വർഷം മുന്നേ കാർ മേടിച്ചിരിക്കും അല്ലെങ്കിൽ ആ ഒരു പൊസിഷനിൽ എത്തിച്ചേരുമെന്നുള്ള ഒരുപാട് പ്രതിജ്ഞകൾ എടുത്ത് വർക്ക് ചെയ്തിട്ട് പോലും ആ ഒരു പൊസിഷനിൽ എത്താൻ സാധിച്ചിരുന്നില്ല. അത് വളരെ പാർട്ടിമായതിന്റെ അടിസ്ഥാനത്തിൽ അന്നും ഒരു കാർ ബുക്ക് ചെയ്യണം, അല്ലെങ്കിൽ കാറുകൾ നന്നായിട്ട് എല്ലാ വണ്ടികളും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന സമയത്ത് പോയി നോക്കുമായിരുന്നു, ഏത് വണ്ടി എടുക്കണം എന്നുള്ള കൺസെപ്റ്റ് ഒക്കെ ചെയ്യുമായിരുന്നു. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് മോദിക്കറിന്റെ കാർ ഫണ്ട് എലിജിബിൾ ആയി. സീനിയർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ എന്ന് പറഞ്ഞ റാങ്ക് 3 മാസം മെയിൻറ്റെയിൻ ചെയ്തു. ഇപ്പൊ പ്ലാറ്റിനം ഡയറക്ടർ എന്ന് പറഞ്ഞ പോസ്റ്റാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. 2021 ജനുവരി 20-ാം തീയതി മോദിക്കർ ബിസിനസ്സിൽ, അല്ലെങ്കിൽ എന്റെ ജീവിതത്തിൽ ഒരു പുതിയ ജീവിത വർഷം തികയുന്ന സമയത്ത്, അന്ന് ശരിക്കും ത്രില്ലിംഗ് ആയിരുന്നു. അന്നത്തെ ദിവസം തീർച്ചയായും ത്രില്ലിംഗിലായിരുന്നു. വീട്ടുകാർക്കോ ഫാമിലിക്കോ സുഹൃത്തുക്കോ ആർക്കും അറിയില്ല. എന്റെ അപ്ലയൻസിന് സുരേന്ദ്രൻ സാറ്, RK സാറും എന്റെ ഒരു ഡൗൺലൈൻ ഷഹീറിനും മാത്രമേ ഈ കാര്യം അറിയുമായിരുന്നുള്ളൂ. ഞാനും എന്റെ ഡൗൺലൈൻ ആയിട്ടുള്ള ഷഹീറും ഞങ്ങൾ ഒരുമിച്ചാണ് സീനിയർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ റാങ്കിലേക്ക് എത്തുന്നത്. അപ്പോ 21-ാമത്തെ വയസ്സ് എന്റെ ജീവിതത്തിൽ തികയുന്ന സമയത്ത് ഒരു മെമ്മറബിൾ ഒരു ഡേ ആക്കി മാറ്റണം എന്നുള്ള ഒരു വാശി അല്ലെങ്കിൽ ഒരു ചലഞ്ച് എനിക്കുണ്ടായിരുന്നു. ആ സമയത്ത് ഞാനും ഷഹീറും കൂടി അപ്ലയൻസും കൂടി വീട്ടിലൊക്കെ എല്ലാവരും ഒരു ട്രീറ്റ് കൊടുത്ത്, ഫുഡൊക്കെ കൊടുത്ത് എല്ലാവരും ട്രീറ്റ് കൊടുത്ത് ഞങ്ങൾ നേരിട്ട് വരാം, അല്ലെങ്കിൽ ഒരു ചെറിയൊരു സർപ്രൈസ് എന്ന് പറഞ്ഞിട്ട് നേരെ കോഴിക്കോട് കിയ ഷോറൂമിൽ പോയിട്ട് എന്റെ ഏറ്റവും വലിയ സ്വപ്ന വാഹനമായ കിയ സെൽറ്റോസ് പെട്രോള് ഓട്ടോമാറ്റിക് 18 ലക്ഷം രൂപ വരെ വരുന്ന കാർ ഞാൻ ബുക്ക് ചെയ്തു. അതുപോലെ തന്നെ ഷഹീർ എന്ന് പറയുന്ന വ്യക്തിയും കിയ സോണറ്റ് 15 ലക്ഷം രൂപ വരെ വരുന്ന എന്താ പറയാ ഫുൾ ഓപ്ഷൻ അദ്ദേഹം ബുക്ക് ചെയ്തു. അപ്പൊ അന്ന് ഏറ്റവും വലിയ എന്റെ 20-21 വയസ്സ് വരെ ഞാൻ, അല്ലെങ്കിൽ 20 കൊല്ലം വരെ എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു മെമ്മറബിൾ മൂവ്മെന്റ് ആണ് 21-ാമത്തെ വയസ്സ് എന്ന് പറയുന്നത്. അപ്പൊ 21-ാമത്തെ വയസ്സ് ജനുവരിയിലാണ് കഴിഞ്ഞത്. ആ ഒരൊറ്റ ദിവസം 2 കാറുകൾ എന്റെ ജീവിതത്തിൽ മോദിക്കർ ബിസിനസ്സിലൂടെ ബുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അത് വരുന്ന മാസങ്ങളിൽ തന്നെ ലോഞ്ചിങ് ഉണ്ടായിരിക്കും. കൊറോണ കാരണമാണത്. ഇപ്പോ അതിന്റെ ഒരു ഫിനാൻസ് പ്രശ്നമായിട്ടാണ് ഇപ്പോൾ വെയിറ്റ് ചെയ്ത് എടുക്കുന്നത്. അല്ലെങ്കിൽ ഈ മാസം ഇറങ്ങേണ്ട കാറായിരുന്നു ഞങ്ങൾ 2 പേരുടെയും. എന്താണ് ടെസ്റ്റിമോണി, എന്താണ് ലൈഫ്? 21-ാമത്തെ വയസ്സിൽ സ്വന്തം അധ്വാനിച്ചിട്ട് ഒരു വാഹനം കുടുംബത്തിന് വേണ്ടി സ്വന്തമാക്കുക എന്ന് പറയുന്നതൊക്കെ
പുതിയ തലമുറക്ക് ഒരുപാട് പ്രചോദനമുള്ള ഒരു കാര്യമാണ് ഫാസിൽ. ഈ ഒരു കോവിഡ് ഇല്ലെങ്കിൽ വാഹനം സ്വന്തമാക്കുന്ന ഒരു സമയം കഴിഞ്ഞു. ഫാസിൽ പറഞ്ഞു, ഓക്കെ, ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടങ്ങളിൽ ഇപ്പം ഒരു പാർട്ട് ടൈമറായിട്ട് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെയാണോ അത് ഫാസിൽ എന്ന ഒരു ലീഡർഷിപ്പുള്ള വ്യക്തി ചെയ്യുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നിരുന്നാൽ പോലും ഫാസിൽ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ, 21 വയസ്സ് വരെ തിരിഞ്ഞു നോക്കുമ്പോൾ, പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടങ്ങളിൽ കിട്ടുന്ന പാർട്ട് ടൈം മുഴുവനായിട്ടും മോദി കെയറിലേക്ക് വിനിയോഗിച്ചോ, അല്ലെങ്കിൽ അതിലും കുറച്ചുകൂടെ സമയം എനിക്ക് ഉപയോഗിക്കാമായിരുന്നു എന്നൊക്കെ തോന്നുന്നുണ്ടോ ഈ ഒരു സമയത്ത്? എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയത്ത് ചിന്തിക്കുന്നത്, ഡിഗ്രി പഠന കാലഘട്ടങ്ങളിൽ എനിക്ക് പരിപൂർണമായിട്ടും മോദി കെയറിന് ഫുൾ ടൈം ആയിട്ടോ പാർട്ട് ടൈം ആയിട്ടോ എനിക്ക് ഉപയോഗിക്കാൻ സാധിച്ചിട്ടില്ല. കാരണം വരുന്ന സെമസ്റ്ററുകളുടെ പഠനമായാലും എക്സാം ആയാലും ഒരു സമയത്ത് അത് പഠിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ അതിൽ എൻഗേജ് ആവുന്ന സമയത്തോ മോദി കെയർ ബിസിനസ്സിൽ എനിക്ക് ഒരു സ്വാധീനം അന്ന് ചെലുത്താൻ സാധിച്ചിട്ടില്ലായിരുന്നു. അപ്പോ കോളേജും വീടും കൂടി ഒരുപാട് ഏകദേശം 80-ലധികം റണ്ണിങ് ഉണ്ട് ഡെയിലി. അപ്പോ കോളേജിൽ പോയി കഴിഞ്ഞാൽ തിരിച്ചെത്തുന്ന സമയം രാത്രിയാകും. അപ്പോ ആ സമയത്തൊക്കെ മോദികളിൽ ഒരു നല്ലൊരു യൂസ്ഫുൾ ആയിട്ട് മോദികൾ ചെയ്യാൻ സാധിച്ചിട്ടില്ലായിരുന്നു അന്ന്. പക്ഷെ ഇപ്പോ എനിക്ക് ഒന്നും കൂടി ഇപ്പൊ ഈ എത്തി നിൽക്കുന്ന സമയത്ത് ഒന്നും കൂടി വേണ്ട പോലെ നല്ല രീതിയിൽ അപ്ഗ്രേഡ് ചെയ്യാമായിരുന്നു എന്നുള്ളൊരു തോന്നലുണ്ട്. കാരണം അതൊരു പക്ഷെ അന്നത്തെ ലീഡർഷിപ്പും ഇന്നത്തെ ലീഡർഷിപ്പും അല്ലെങ്കിൽ എന്റെ ഒരു ട്രാൻസ്ഫോർമേഷന്റെ ഭാഗമായിട്ടായിരിക്കാം ആ ചിന്ത വരാനുള്ള കാരണം. അന്നുണ്ടാകുന്ന ആ ഒരു പക്വതയും അന്നുണ്ടാകുന്ന ആ ഒരു ചിന്താഗതി രീതിയല്ലല്ലോ ഇപ്പോ നിൽക്കുന്ന സമയം. അപ്പൊ എന്റെ ഒരുപാട് ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ച ദിവസങ്ങളാണ് ഈ കൊറോണ പാൻഡമിക് സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അടിമുടി മാറ്റം എന്ന് പറയാം. ആ ഒരു ലെവലിലേക്കാണ് ഇന്ന് എത്തിയിട്ടുള്ളത്. തീർച്ചയായും സാർ പറഞ്ഞതിനോട് യോജിക്കുന്നു. ചെറിയൊരു ചേഞ്ചസ് ഒക്കെ വരുത്തിയാൽ ഒരുപക്ഷെ ഇതിനേക്കാൾ നല്ല ഫാസ്റ്റ് ആയിട്ട് മുന്നോട്ട് പോകുമായിരുന്നു. നല്ലത്. കാരണം നമ്മളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടങ്ങളിലൂടെ കടന്നു വന്നതുകൊണ്ട് ഒരു ഡിഗ്രി ഉള്ള സമയത്ത് നമുക്കൊക്കെ മുഴുവൻ സമയം പഠിത്തത്തിന്റെ ഭാഗമായിട്ട് ഉപയോഗിക്കേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടാവുക. പക്ഷെ ഈ ഒരു സമയത്ത് 50,000 വാങ്ങിക്കുന്ന ഒരു സ്റ്റേജിലേക്ക് ആ ടീമിനെ ആ ബിസിനസ് കൊണ്ടുവരിക, ഒരു കാറ് സ്വന്തമാക്കുന്ന പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടാണ്. ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് കുറച്ചുകൂടെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് കൂടിയായിരുന്നു ഞാൻ ആ ചോദ്യം ഫാസിലിനോട് ചോദിച്ചത്. ഫാസിൽ, കഴിഞ്ഞ ലോക്ക്ഡൌൺ പീരീഡിൽ ഫാസിൽ എന്ന് പറയുന്ന വ്യക്തി എന്തൊക്കെ കാര്യങ്ങളായിരുന്നു ചെയ്തത്? എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വേൾഡ് അടക്കം നടുങ്ങിയ ഒരു സമയമായിരുന്നു. പലർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സമയമായിരുന്നു. പക്ഷെ ഫാസിൽ എന്ന് പറയുന്ന ഒരു നെറ്റ്വർക്ക് എന്തായിരുന്നു വീട്ടിലിരുന്നുകൊണ്ട് കഴിഞ്ഞ ആ ലോക്ക്ഡൌൺ ഫസ്റ്റ് വേവിൽ ചെയ്തുകൊണ്ടിരുന്നത്? തീർച്ചയായും നമ്മള് ഒരു അടിമുടി മാറ്റമാണ് ലോക്ക്ഡൌണിന് ശേഷം ടീമിൽ ഉണ്ടായിട്ടുള്ളത്. കാരണം ഓഫ്ലൈൻ മേഖലയിൽ നിന്നും കടന്നു വന്ന് ഒരു ഓൺലൈൻ ഫീൽഡിലേക്ക് കടന്നു വരുന്ന സമയത്ത് അന്ന് ലീഡർഷിപ്പ് ഭാഗമായി അല്ലെങ്കിൽ ഒരു സിസ്റ്റം ഭാഗമായിട്ട് ഒരു സൂം പ്രോഗ്രാം പോലുള്ള പ്രോഗ്രാമുകൾ ഡെയിലി ഞങ്ങൾ കണ്ടിന്യൂ ചെയ്തിരുന്നു. പല പല സബ്ജക്റ്റുകളായിട്ടും മോദിക്കറിലുള്ള BOM പരിവർത്തനങ്ങളായിട്ടും പ്രൊഡക്ട് ട്രെയിനികളായിട്ടും ലീഡർഷിപ്പ് ട്രെയിനികളായിട്ടും ഞങ്ങൾ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്തിരുന്ന സമയത്ത് റെഗുലർ പ്രോഗ്രാമിന്റെ അന്ന് ഒരു ക്രൂഷ്യൽ ഡേറ്റിലാണല്ലോ അല്ലെങ്കിൽ ഒരു ക്രൂഷ്യൽ ദിവസങ്ങളായിരുന്നല്ലോ ലോകത്ത് കടന്നു വന്നിരുന്നത്. അപ്പൊ ആ സമയത്ത് ബിസിനസ്സിൽ ഒരു മാറ്റത്തെ സൂം പോലുള്ള പ്ലാറ്റ്ഫോമിലൂടെ ഒരു വലിയ ട്രാൻസ്ഫോർമേഷൻ ഒരു കണ്ടിന്യൂഷൻ പ്രകാരം ആ ഒരു ബിസിനസ്സിലേക്ക് ടീമിനെ നല്ല രീതിയിൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. അതൊരു റെഗുലറായി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് സൂം എന്ന് പറയുന്നത് ഒരു സിസ്റ്റമായി മാറ്റാൻ സാധിച്ചു. അതിലൂടെ പരിവർത്തനങ്ങളും BOM ട്രെയിനിങ്ങുകളും പ്രൊഡക്ട് ട്രെയിനിങ്ങുകളും ഷുറുവത്തൊക്കെ നല്ല രീതിയിൽ അന്ന് ഞങ്ങൾ ചെയ്തിരുന്നു ടീമിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട്. പിന്നെ ടീം 25 പോലുള്ള ലീഡർഷിപ്പ് കൗൺസിലുകളും ട്രെയിനിങ്ങുകളും ഒക്കെ നല്ല രീതിയിൽ വേണ്ട പോലെ ഉപയോഗിച്ചപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ടീമിനെ മുൻനിരയിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു. ഒരു പക്ഷേ ലോക്ക്ഡൌൺ ടൈം മുന്നേ ഉള്ള ലീഡേഴ്സിനേക്കാൾ മെച്ചൂരിറ്റി ഉള്ള ലീഡേഴ്സിനെ ഈ ലോക്ക്ഡൌൺ ടൈമിലാണ് ഈ ഒരു സൂം സിസ്റ്റത്തിലൂടെയാണ് കൊണ്ടുവരാൻ സാധിച്ചത്. ഈ ഒരു സെക്കൻഡ് വേവ് ഇപ്പൊ നമ്മൾ ഫേസ് ചെയ്യുന്ന ഈ ഒരു കോവിഡ് പീരീഡിൽ കഴിഞ്ഞ വർഷം ചെയ്ത അതേ കാര്യമാണോ, അല്ലെങ്കിൽ പുതിയതായിട്ട് എന്തെങ്കിലും അഡീഷണൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഓൾറെഡി അഡീഷണൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. കാരണം സിസ്റ്റം എന്ന് പറയുന്നത് അപ്ഡേറ്റഡ് ആവേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ കഴിഞ്ഞ ലോക്ക്ഡൌൺ ടൈമിന് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യത്തിൽ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തിയിട്ടാണ് ഇപ്പൊ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോ ആദ്യം എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ഒരു ഓർഗനൈസേഷൻ ലെവലിലായിരുന്നു ബിസിനസ് മുന്നോട്ട് അല്ലെങ്കിൽ ഒരു ലീഡർഷിപ്പിലായിരുന്നു പോയിരുന്നെങ്കിൽ ഇന്ന് എന്റെ ടീമിലുള്ള ഓരോരുത്തരുടെയും ഡിഫറെന്റ് ലെവലിലുള്ള ഒരു ഡെയിലി പ്രോഗ്രാം ബേസിലേക്ക് മാറ്റപ്പെടാൻ സാധിച്ചു. അതിനൊരു ആഴ്ചയിലായിട്ടും മന്ത്ലി ആയിട്ടും ഇയർലി ആയിട്ടും ഒരു സിസ്റ്റം കൊണ്ടുവരാൻ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ഫാസിൽ എന്ന ഇപ്പോഴത്തെ ഒരു യങ് എനർജറ്റിക് വൈബ്രന്റ് ലീഡർ ഒരു ടീമിന് കൊടുക്കേണ്ടുന്ന ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? മോദി കെയർ ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കൊടുക്കാനുള്ള ഏറ്റവും വലിയ ആശയം എന്ന് പറയുന്നത്
ജീവിതത്തിൽ പരാജയങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഏവർക്കും ഉണ്ടാകും. ഞാൻ പരാജയം ചോദിച്ചതല്ല, ഞാൻ കൊടുക്കാനുള്ള സജഷൻ അല്ല, ഞാൻ പുതിയ ആൾക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇപ്പോഴത്തെ ഫാസിൽ എന്ന് പറയുന്ന ഒരുപാട് അപ്ഗ്രേഡ് ആയിട്ടുള്ള ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള ഒരു വ്യക്തി ഇപ്പം ടീമിനെ വാർത്തെടുക്കുവാൻ വേണ്ടി, നല്ലൊരു ക്വാളിറ്റിയിലുള്ള ഒരുപാട് ലീഡർഷിപ്പിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ശരിക്കും ഒരു ലീഡർ എന്ന രൂപത്തിൽ ടീമിന് പറഞ്ഞു കൊടുക്കാനുള്ളത്? തീർച്ചയായും എന്റെ ടീമിനെ സംബന്ധിച്ചിടത്തോളം ഒരു ലീഡർഷിപ്പ് നല്ല രീതിയിൽ അവരെ ബിൽഡപ്പ് ചെയ്തെടുക്കുവാൻ വേണ്ടിയിട്ട് തന്നെ, അല്ലെങ്കിൽ ടീമിനെ ഒരു ഉപദേശങ്ങൾ ഒരിക്കലും ഞാൻ ടീമിന് കൊടുക്കാറില്ല. എന്റെ ടീമിൽ ഉപദേശങ്ങൾ ഞാൻ കൊടുക്കാറില്ല. നിർദ്ദേശങ്ങൾ അനുസരിച്ച് തന്നെ ഒരുപാട് ഞാൻ പഠിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങൾ ഒരു വ്യക്തി ഒരു ഡയറക്ടർ മുതൽ ഒരു കൺസൾട്ടന്റ് മുതൽ ഒരു ഡയറക്ടർ ആവുന്ന സ്റ്റേജും, ഒരു ഡയറക്ടറിൽ നിന്നും അതിന്റെ ഒരു മുകളിലേക്ക് ഒരു സീനിയർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ലെവലിലേക്ക് വരുന്ന സ്റ്റേജിലും ഒക്കെ ഉണ്ടാകുന്ന അവരുടെ ആ ഒരു ലാഗിങ് മാറ്റപ്പെടുവാനും അവർക്ക് അതിൽ നിന്നും സ്പീഡായിട്ട് ബിസിനസ്സിലേക്ക് ഒരു അടുത്ത ലെവലിലേക്ക് ജമ്പ് ചെയ്യുവാനുമായിട്ടുള്ള ഞങ്ങളുടെ ഒരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തെ കുറിച്ചിട്ട് ഞാൻ വേണ്ട പോലെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുവാനും നല്ല രീതിയിൽ ശ്രമിച്ചിരുന്നു. ഓക്കെ, ഗുഡ്. ഇനി ഇപ്പം ഒരുപാട് പുതിയ ആൾക്കാരുണ്ടാവും ഈ പ്രോഗ്രാം കാണുന്നത്, ഫാസിലിനെ മാതൃകയാക്കി മുന്നോട്ട് ലൈഫ് കൊണ്ടുപോകാനൊക്കെ തീരുമാനിച്ച ആൾക്കാരുണ്ടാവും. അങ്ങനെയുള്ള വ്യക്തികളോട് എന്താണ് മോദി കെയർ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം ചൂസ് ചെയ്യണമോ, അല്ലെ ചൂസ് ചെയ്യണമെങ്കിൽ തന്നെ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എന്തായിരിക്കും അവർ കൊടുക്കാനുള്ള ഒരു സജഷൻസ്? തീർച്ചയായും മോദി കെയർ പോലുള്ള ബിസിനസ് ഈ ഒരു സമയത്ത് ചെയ്യുന്ന വ്യക്തികളാണ് ഏറ്റവും വലിയ ലക്കി പീപ്പിൾ എന്ന് പറയുന്നത്. ഈ സമയത്ത് ഒരു ബിസിനസ് നമുക്ക് മറ്റുള്ള മേഖലയിലൊക്കെ പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വലിയൊരു റിസ്ക് ഇല്ലാതെയും ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെയും ഒരു നല്ലൊരു ബിസിനസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുവാനും, അതുപോലെ തന്നെ ഈ ഒരു ബിസിനസ്സിൽ തന്നെ നമുക്ക് വേറിട്ടൊരു പ്രശ്നങ്ങൾ അനുഭവിക്കാതെ ഒരു ലീഡർഷിപ്പോ അല്ലെങ്കിൽ ഒരു ബോസ് ലെവലിലുള്ള ഒരു ടാർഗറ്റോ പ്രഷറോ ഒന്നും ഇല്ലാതെ ഈസിയായി മോദി കെയർ പോലുള്ള ബിസിനസ് നമുക്ക് ചെയ്യാൻ സാധിക്കും. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ മോദി കെയർ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് മേഖലയിൽ ഇനി വളരാൻ കിടക്കുന്ന ഒരു ഫ്യൂച്ചറിസ്റ്റിക് ബിസിനസ് ആണ്. കാരണം IDSA പോലുള്ള അല്ലെങ്കിൽ ഫിക്കി പോലുള്ള KPMG പോലുള്ള ഒരുപാട് സംഘടനകളുടെ അടിസ്ഥാനത്തിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് യുഗം ഇന്ന് ലോകം മൊത്തം ഇന്ത്യ എന്ന് പറയുന്ന ഇൻഡസ്ട്രിയെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ആ ഒരു സമയത്ത് ട്രഡീഷണൽ ബിസിനസിന്റെ ആ ഒരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടം മാറി പാരഡൈം ഷിഫ്റ്റ് ആണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗും അല്ലെങ്കിൽ വെൽനസ് പോലുള്ള കാര്യങ്ങളായാലും സ്കിൻ കെയർ പോലുള്ള കാര്യങ്ങളായാലും ആ ഒരു പാരഡൈം ഷിഫ്റ്റിലേക്കാണ് ഇത് വന്നുകൊണ്ടിരിക്കുന്നത്. പരിപൂർണമായിട്ട് ഒരു ഓൺലൈൻ ബിസിനസ് ആയതുകൊണ്ട് തന്നെ വളരെ ഈസിയായി മോദി കെയർ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിൽ നമുക്ക് അടിയുറച്ച് വിശ്വസിക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായും നല്ലൊരു ഭാവി മോദി കെയറിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കൂടാതെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വേറൊരു സജഷനും കൂടി എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലുള്ളൊരു ബിസിനസ് നമുക്ക് ഇനി എവിടുന്ന കിട്ടും? കാരണം പഠിച്ച് സർട്ടിഫിക്കറ്റ് മേടിച്ചാൽ ഒരു ഗവൺമെന്റ് ജോലി ചെയ്യുക എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് നമുക്ക് ഇപ്പൊ പല വ്യക്തികൾക്കുമില്ല. ഇന്ന് ഒരുപാട് ബികോം അല്ലെങ്കിൽ ഒരുപാട് MBA ഇന്ന് നമ്മുടെ മുന്നിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് പഠിച്ചിട്ട് ഒരു സർട്ടിഫിക്കറ്റ് മേടിച്ച് ഒരു നല്ലൊരു ജോലി മേടിക്കുക എന്നുള്ള മോഹങ്ങളൊക്കെ എനിക്ക് 3 കൊല്ലം മുന്നേ പോയിരുന്നു. പക്ഷെ ഈ ഒരു പഠനത്തിന്റെ കൂടെ എടുക്കുന്ന ഈ ഒരു ബിസിനസ് ആയാലും അല്ലെങ്കിൽ എല്ലാ പ്രതീക്ഷകളും കഴിഞ്ഞ് ഒരു ബിസിനസ്സിലേക്ക് കടന്നു വരുന്ന വ്യക്തികളായാലും അവരോടൊക്കെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് മേഖല ഇനി കുതിച്ചു വരാൻ പോകുന്ന സമയമാണെന്ന് എല്ലാവർക്കും അറിയാം. അതിൽ നല്ല ഒരു അടിപൊളി കമ്പനിയായ മോദി കെയർ പോലുള്ള പ്ലാറ്റ്ഫോം വേണ്ട പോലെ നമുക്കൊരു തിരിച്ചറിവിന്റെ ഭാഗമായിട്ട് മോദി കെയർ പോലുള്ള ബിസിനസ്സിലേക്ക് നിങ്ങൾ കടന്നു വരികയാണെങ്കിൽ ഒരു ജീവിതത്തിൽ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ നേട്ടങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അതിന്റെ ഒരു ഉത്തമ ഉദാഹരണമായിട്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് സാഹചര്യങ്ങളൊക്കെ അടിച്ചമർത്തി ആ സാഹചര്യങ്ങളുടെ മുകളിൽ ലക്ഷ്യങ്ങൾ മാത്രം മുന്നിൽ കണ്ട് നടന്നിട്ടാണ് ഇന്ന് ഈ ഒരു 2-3 വർഷം വളരെ പാർട്ട് ടൈം ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിലും എന്റെ ഈ ഒരു ലക്ഷ്യങ്ങൾ എനിക്ക് മോദി കെയർ പോലുള്ള ബിസിനസ്സിൽ നിറവേറ്റാൻ സാധിച്ചിട്ടുള്ളത്. ഗുഡ് സജഷൻ ഫാസിൽ, ഗുഡ് സജഷൻ. എനിക്ക് കമ്പനീസ് ആയിരുന്നു എനിക്ക് ഫാസിലിനോട് മാത്രമല്ല എല്ലാ ആൾക്കാരോടും പറയാനുള്ള ഒരു സജഷൻ. നമ്മൾ ഈ ഒരു പ്രായം ഫാസിലിനെ പോലെയുള്ള ഒരു 21 വയസ്സാകുമ്പോഴേക്ക് 50,000 അടുത്ത് വരുമാനം, 50,000 മേൽപോട്ട് വരുമാനം ലഭിക്കുന്നു, സ്വന്തമായിട്ട് കാറ് വാങ്ങിക്കുന്നു, ഒരുപാട് പേര് നമ്മൾ ഇഷ്ടപ്പെടുന്നു, ടീമിലെ പല ആൾക്കാരും നമ്മൾ ഫോളോ ചെയ്യുന്നു.
നമ്മളൊരു വലിയൊരു ഫെയിം നമുക്ക് ഓൾറെഡി ക്രിയേറ്റ് ചെയ്തു. നമ്മളെ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് മാറുമ്പോൾ നമ്മൾ അറിയാതെ നമ്മളിലേക്ക് വരുന്ന ഒരു ചതിക്കുഴിയാണ് ഹലൂസിനേഷൻ എന്ന് പറയുന്ന ഒരു അവസ്ഥ. എന്താണ് ഹലൂസിനേഷൻ? നമ്മളെ കുറിച്ചൊരു മതിപ്പ് തോന്നിയിട്ട് ആ ഒരു ചതിക്കുഴിയിൽ നമ്മൾ വീണു പോകും അറിയാതെ. പക്ഷെ എനിക്ക് ഫാസിലിനോടും എല്ലാവരോടും ഒരു റിക്വസ്റ്റ്, ജീവിതം നമ്മളെല്ലാവരും തുടങ്ങിയിട്ടേ ഉള്ളൂ. 21 വയസ്സിൽ ഇത്ര നേട്ടം നേടിയതിൽ ഞാൻ വലിയൊരു ബിഗ് സല്യൂട്ട് അർപ്പിക്കുന്നു. പക്ഷെ ഇതല്ല ഫാസിലിന്റെ ഒരു ലോകം എന്ന് പറയുന്നത്. ഫാസിൽ ലോകം കീഴടക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു ചെറുപ്പക്കാരനാണ്. നമ്മളിതിനെ ഓൾറെഡി കേട്ടു. പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പാർട്ട് ടൈമായിട്ട് മോദിക്കാരന്റെ ആ സമയത്ത് ഒരുപാട് ബൈനറി കൺസെപ്റ്റ് മീറ്റ് ചെയ്തെങ്കിലും വന്ന് കണ്ടെങ്കിലും അതിലൊന്നും ചെവി കൊള്ളാതെ യഥാർത്ഥ നെറ്റ്വർക്കിംഗ് ഇൻഡസ്ട്രിയിലെ മോദിക്കർ എന്ന പ്ലാറ്റ്ഫോം സെലക്ട് ചെയ്ത് വീട്ടിൽ നിന്ന് ഒരുപാട് കളിയാക്കലും ഫ്രണ്ട്സ് സർക്കിളിന്റെ ഇടയിൽ കളിയാക്കൽ ഉണ്ടായിട്ട് പോലും പേസും സോപ്പും വിൽക്കുന്ന ഫാസിൽ എന്ന് ക്ലാസ് റൂമിലെ കുട്ടികൾ പോലും സഹപാഠികൾ കളിയാക്കിയ സമയത്ത് നിന്ന് സ്വന്തമായിട്ടൊരു തീരുമാനമെടുത്ത് ജീവിതത്തിനെ നല്ല രൂപത്തിൽ കെട്ടിപ്പടുത്ത് ഈ ഒരു 21 വയസ്സാകുമ്പോഴേക്ക് 50,000 ഇൻകം വാങ്ങിക്കുന്നു, കാറ് സ്വന്തമാക്കുന്നു. അങ്ങനെ എല്ലാ അർത്ഥത്തിലും കുടുംബത്തിനൊക്കെ നല്ല സ്വീകാര്യതയും നാട്ടുകാരുടെ ഇടയിലും സമൂഹത്തിൽ നല്ല സ്വീകാര്യതയുള്ള ഒരു ഫാസിലായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ലൊരു ചെറുപ്പക്കാരന്റെ ഒരു റിയാലിറ്റിയാണ് നമ്മൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരുന്നത്. സോ ഫാസിൽ അവസാനമായിട്ട് എന്തെങ്കിലും പ്രേക്ഷകരോട് പറയാനാണ്? തീർച്ചയായും എനിക്ക് സാറ് പറഞ്ഞ ഒരു പോയിന്റ് തന്നെയാണ്. ജീവിതത്തിൽ എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ് ലോകം അറിയപ്പെടുന്ന അല്ലെങ്കിൽ എൻ്റെ ഒരു പേര് അടയാളപ്പെടുത്തുന്ന ഒരു വ്യക്തിയായി മാറുക എന്നുള്ള കാര്യം. അത് പലപ്പോഴും പല വ്യക്തികൾക്കും അവരുടെ പ്രശ്നങ്ങളിൽ നിന്നും ഉയർന്നു ചിന്തിക്കുവാൻ സാധ്യമല്ല. പക്ഷെ മോദികേർ പോലുള്ള പ്ലാറ്റ്ഫോം നമ്മളെ മനസ്സുകൊണ്ട് ഒരു ഉയരങ്ങളിലേക്ക് ചിന്തിക്കുവാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. തീർച്ചയായും മറ്റ് മേഖലയിൽ പല വ്യക്തികളും അറിയപ്പെടുന്ന പോലെ തന്നെ മോദികേർ ബിസിനസ്സിൽ ഒരു വലിയൊരു സെലിബ്രിറ്റി വരാൻ പോകുന്ന കാലഘട്ടങ്ങളിൽ നിങ്ങളുടെ നാട് നിങ്ങളുടെ പേരിൽ അറിയപ്പെടുക എന്ന് പറയുന്ന ആ ഒരു കാര്യമുണ്ടല്ലോ. നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും അതിനൊരു സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ ഒരു സിഗ്നേച്ചർ ഇട്ട് വർക്ക് ചെയ്യുക എന്ന് പറയുന്ന പോലെ നിങ്ങളുടെ നാട് നിങ്ങളുടെ പേരിൽ അറിയപ്പെടണം. അത് മോദികേർ എന്ന് പറയുന്ന പ്രസ്ഥാനത്തിലൂടെ ആകണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള സജഷൻ പറയുന്നത്. നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി മോദികേർ ചെയ്യുന്നുണ്ടെങ്കിൽ ആ നാട് അറിയപ്പെടേണ്ടത് അല്ലെങ്കിൽ ആ മോദികേർ എന്ന് പറയുന്ന ബിസിനസ് അറിയപ്പെടേണ്ടത് നിങ്ങളുടെ പേരിലായിരിക്കണം. അതാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത്. എന്റെ നാടായാലും എന്റെ ജില്ലകളായാലും അറിയപ്പെടുന്നത് എന്റെ പേരിലായിരിക്കണം എന്നുള്ള ഒരു വാശി എനിക്കുണ്ട്. അതുപോലെ തന്നെയാണ് നിങ്ങളോടും എനിക്ക് പറയാനുള്ളത്. മോദികേർ എന്ന് പറയുന്ന ബിസിനസ് നിങ്ങളുടെ നാട്ടിൽ അറിയപ്പെടുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പേരിൽ അറിയപ്പെടണം എന്നാണ് എനിക്ക് പറയാനുള്ള സജഷൻ എന്ന് പറയുന്നത്. താങ്ക് യു ഫാസിൽ. എനിക്ക് പ്രോഗ്രാം കാണുന്ന പ്രേക്ഷകരോടും അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. നിങ്ങൾ 18 വയസ്സ് കഴിഞ്ഞെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന വിദ്യാഭ്യാസം നിർബന്ധമാണ്, മസ്റ്റാണ്. നിങ്ങൾക്ക് വിദ്യാഭ്യാസം എന്തായാലും വേണം, നമുക്കത് നമ്മുടെ ബാക്കപ്പാണ്. അതിനോടൊപ്പം വളരെ പാർട്ട് ടൈം ആയിട്ട് മോദികേർ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം തിരഞ്ഞെടുക്കുക. അതിലുപരി ഇതൊരു സോഷ്യൽ ആക്ടിവിറ്റി കൂടിയാണ്. നിത്യോപയോഗ സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് എല്ലാ ഉപഭോക്താക്കളും എല്ലാ കസ്റ്റമേഴ്സും എല്ലാ വ്യക്തികളും ജീവിതം മുന്നോട്ട് പോകുന്നത്. ഇതൊരു റീപ്ലേസ്മെന്റ് ആയിട്ട് ചെയ്യുന്നു. ഒരു ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ നിങ്ങൾ പ്രൊഡക്ട്സ് അവരെ കൊണ്ട് റീപ്ലേസ് ചെയ്യിപ്പിക്കുന്നു. അപ്പോഴാണ് നിങ്ങളുടെ ബിസിനസ് ആയിട്ട് കടന്നു വരുന്നത്. അപ്പൊ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ വിദ്യാഭ്യാസം പൂർത്തീകരിക്കാനും നിങ്ങളുടെ വിദ്യാഭ്യാസം കഴിയുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നല്ലൊരു ബാക്കപ്പ്, അത് വാഹനമായാലും കാറായാലും വിദേശ ട്രിപ്പായാലും ഒരുപാട് അറിയപ്പെടുന്ന ഒരു സിഗ്നേച്ചർ ഉണ്ടാക്കാനൊക്കെ മോദികേർ പ്ലാറ്റ്ഫോം നിങ്ങളെ സഹായിച്ചേക്കും. അപ്പൊ ആരാണോ നിങ്ങൾക്ക് ഈ പ്രോഗ്രാമിന്റെ ലിങ്ക് ഷെയർ ചെയ്തത് അവര് വിളിച്ചില്ലെങ്കിൽ പോലും നിങ്ങൾ വേണം അവരങ്ങോട്ട് വിളിച്ചിട്ട് ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത്, മോദികേറിന്റെ ഭാഗമാകാൻ എനിക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. അതിനുവേണ്ടി സപ്പോർട്ടിംഗ് സൈറ്റ് SPBM സക്സസ് പ്രിൻസിപ്പിൾ ബൈ മോദികേർ എന്ന് പറഞ്ഞ ഓൾറെഡി ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം കമ്പനി ഓൾറെഡി റൺ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് ലിങ്ക് അയച്ച വ്യക്തികളും അവർക്കും ഒരു നല്ലൊരു എഡ്യൂക്കേഷൻ സിസ്റ്റം ഒക്കെ ഉണ്ട്. അവരുമായിട്ട് നിങ്ങളൊന്ന് നിർബന്ധമായിട്ട് ഇരിക്കണം. സോ ഇന്ന് നമ്മൾ കേട്ട ഫാസിൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന്റെ റിയാലിറ്റിയാണ്. എല്ലാവർക്കും ഈ ഒരു ടെസ്റ്റിമോണീസ് ഫാസിലിന്റെ ഉപകാരപ്രദമാകുന്നു വിശ്വസിക്കുന്നു. എന്താണോ നിങ്ങൾക്ക് ഇതിൽ നിന്ന് പ്രചോദനമായത് അത് നിങ്ങളുടെ ഫീൽഡിലേക്ക് അപ്ലൈ ചെയ്യണം എന്നുള്ള അപേക്ഷയോടുകൂടി ഇന്നത്തെ യൂത്ത് ഐക്കൺ ഓഫ് മോദികേർ എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാം ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്ത ആഴ്ച ഇതേ സമയം ഇതേ ദിവസം മറ്റൊരു യുവാവിന്റെ റിയാലിറ്റിയുമായി നിങ്ങളുടെ മുന്നിൽ എത്തുന്നു. അതുവരേക്കും ജിനീഷ് സൈനിങ് ഓഫ്. ബൈ. താങ്ക് യു. താങ്ക്സ് സർ.